കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വീണ്ടും പീഡനം. അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയ്ക്കെത്തിയ യുവതിയെ പീഡിപ്പിച്ചു എന്ന് പരാതി. കൂടെയുണ്ടായിരുന്ന ആൾ മരുന്ന് വാങ്ങാൻ പുറത്തുപോയ സമയത്തായിരുന്നു ലൈംഗികാതിക്രമം. പ്രതി വാഴക്കാട് സ്വദേശി ചക്കുംപുഴയ്ക്കൽ രാമചന്ദ്രനെ റിമാൻഡ് ചെയ്തു. കേസ് ഒത്തുതീർക്കാൻ ഡിസ്ചാർജ് വൈകിച്ചതായി പീഡനത്തിനിരയായ യുവതി പറഞ്ഞു. കേസിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ച് ഡോക്ടർമാർ സമീപിച്ചെന്നും യുവതി മീഡിയ വണ്ണോട് പറഞ്ഞു. ഞങ്ങൾ 6-ാം തീയതി കാഷ്വാലിറ്റിയിൽ വന്നായിരുന്നു. അപ്പം ഞാൻ വോമിറ്റ് തളർന്ന് കിടക്കുന്ന സമയത്തിന് ഏട്ടൻ ബ്ലഡായിട്ട് കൊണ്ട് ലാബിൽ കൊടുക്കാൻ പോയി. അപ്പം എനിക്ക് ബോധമില്ലാതെ കിടക്കുമല്ലേ, അപ്പം സഹായിക്കാൻ വേണ്ടി ഒരാൾ കൂടെ കൂടിയതായിരുന്നു. പക്ഷെ ആരാന്ന് എനിക്കറിയത്തില്ല. ആളാദ്യം എൻ്റെ മുതുക് തടയി തന്നു. ഞാൻ വെച്ച ഏട്ടനാണെന്ന് വിചാരിച്ചത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾ കൈ ഇങ്ങനെ കൊണ്ടുവന്നു. ഇപ്പോഴെനിക്ക് എണീക്കാൻ പറ്റുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾ ഈ പാൻറ്റിൻ്റെ ഇടയിൽ കൂടെ കൈ ഇട്ടിങ്ങനെ പിടിച്ചു. അപ്പം ഞാൻ എണീറ്റ് ആളിന് അടി കൊടുത്തിട്ട് കാലിനെ പിടിച്ച് നിർത്തി. അപ്പം കയ്യിലിട്ടായിട്ട് പൊക്കള ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ കേസായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ടോ എന്ന് മേഡം ചോദിച്ചു. ഏതൊരു മേഡം ചോദിച്ചു, നിങ്ങൾ കേസായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ കേസായിട്ട് മുമ്പോട്ട് തന്നെ പോകുന്നുണ്ട്, സ്ട്രോങ് ആയിട്ട് ഞാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞ്. ഇന്ന് വരെ അവർ ഡിസ്ചാർജ് ആക്കാതിരിക്കുന്ന ഈ കേസിൽ നിന്ന് ഞാൻ മാറുമോ എന്ന് വിചാരിച്ച് വിടാതിരുന്നത്. സലാം മുഹമ്മദ് ചേരുന്നു. സലാം, ഇവരുടെ പരാതിയുടെ വിശദാംശങ്ങൾ, ഒപ്പം തന്നെ ഇതിന് ആശുപത്രിയിൽ ഒത്തിരി ആളുകൾ കൂട്ടുനിന്നു എന്നൊക്കെയുള്ള ആരോപണമുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ. തന്നെ ഈ മാസം 6-ാം തീയതിയാണ് ഈ പീഡനത്തിനിരയായ യുവതിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സക്കായി എത്തുന്നത്. തുടർന്ന് ഇവരുടെ ചികിത്സയിൽ ഇവർ വീൽചെയറിൽ ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് ഇവരുടെ ഒപ്പം ഉണ്ടായിരുന്ന ആൾ പുറത്തേക്ക് ഒരു ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി പോയി. ഈ സമയത്താണ് സഹായിക്കാനെന്ന വ്യാജേന ഒരാൾ ഇവരുടെ അടുത്തേക്ക് വരുന്നത്. പിന്നാലെയാണ് ഇവരുടെ സ്വകാര്യ ഭാഗങ്ങളിൽ സ്പർശിക്കുകയും അങ്ങനെയുള്ള ലൈംഗിക അതിക്രമം ഉണ്ടാവുകയും ചെയ്തത്. ഉടൻ തന്നെ ഇവർ പോലീസിനെ വിവരം അറിയിച്ചു. അങ്ങനെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. കേസിൽ ഇപ്പോൾ രാമചന്ദ്രൻ, അതായത് വാഴക്കാട് സ്വദേശിയായിട്ടുള്ള രാമചന്ദ്രൻ, ഈ പ്രതി, ഇയാളെ പോലീസ് പിടികൂടുകയും അറസ്റ്റ് ചെയ്യുകയും അങ്ങനെ പിന്നീട് റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റിമാൻഡിലാണ് പ്രതി ഉള്ളത്. ഏതായാലും ഇവർ ഉന്നയിക്കുന്ന മറ്റൊരു ആരോപണം എന്ന് പറയുന്നത്, ഈ സംഭവം ഉണ്ടായതിനു ശേഷം ഇവർക്ക് ആദ്യഘട്ടത്തിൽ 11-ാം തീയതിയാണ് ഡിസ്ചാർജ് തീയതിയായി നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നാലെ ഈ പീഡന പരാതിയും അതുപോലെ കേസുമായി മുന്നോട്ട് പോകുമ്പോൾ ഈ വീണ്ടും ഡിസ്ചാർജ് വൈകിപ്പിച്ചു എന്നുള്ളൊരു ആക്ഷേപം ഇവർ ഉയർത്തുന്നുണ്ട്. മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ ഇടപെട്ട് ഇവരുടെ അടുത്ത് വന്ന് ഈ ജൂനിയർ ഡോക്ടർമാർ, ഒരു മാഡം നിങ്ങളോട് ഈ കേസിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ, ഇതുമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ തീരുമാനം എന്ന തരത്തിൽ ഇവരുമായി സംസാരിക്കുകയും ഇവരെ സമീപിക്കുകയും ചെയ്തു എന്നുള്ളൊരു ആക്ഷേപമാണ് ഉയർത്തുന്നത്. അതേ തുടർന്നാണ് ഈ ഡിസ്ചാർജ് വൈകിച്ചത്. അതായത് 11-ാം തീയതി ലഭിക്കേണ്ട ഡിസ്ചാർജ് 2 ദിവസം വൈകി 13-ാം തീയതിയിലേക്ക് ഡിസ്ചാർജ് മാറ്റിയതെന്നുള്ളൊരു ആക്ഷേപം കൂടി ഇവർ ഉയർത്തുന്നുണ്ട്. ഏതായാലും ഇവരുടെ പരാതിയിൽ പോലീസ് കേസെടുത്ത് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ പ്രതി റിമാൻഡിലാണുള്ളത്. ഇനി ഒരു പക്ഷേ എന്താണുണ്ടായത്, അല്ലെങ്കിൽ ഡോക്ടർമാരുടെ ഭാഗത്തുനിന്നോ മെഡിക്കൽ കോളേജ് അധികൃതരുടെ ഭാഗത്തുനിന്നോ ഉണ്ടായ ഇടപെടൽ എന്താണെന്നുള്ളത് കൂടി അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. ധന്യ. ശരി, സലാം.